ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ച് നല്ലൊരു 4 മണി പലഹാരമാണ്. അതിനു വേണ്ടി 2 ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേമാതിരി അരച്ച് വെക്കണം. ഇനി നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റെഡിയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. കട്ടിയായി ഞാൻ പാത്രത്തിൽ ഇട്ടുണ്ടാകും. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത്, എന്നിട്ട് ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടി. നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുത്ത അരിപ്പൊടി മതി. അതൊരു 1/2 കപ്പ് എടുത്ത്. അരിപ്പൊടി കുറച്ച് മതി. പഴത്തിൻ്റെ മുന്നിട്ട് നിൽക്കേണ്ടത്. മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴവും അരിപ്പൊടിയും ഉള്ള മിക്സിങ് എല്ലാം റെഡിയായി. ഇതേപോലെ ഇരിക്കണം. പാനിയൊക്കെ വിട്ട് ഇരിക്കണം. ഇതേമാതിരി ഇരിക്കണം. നമുക്ക് ഈ മാവിനോട്ട് തയ്യാറാക്കാൻ ഇല വാട്ടി എടുത്തിട്ടുണ്ട്. ഇല വാട്ടി വേണം എടുക്കാൻ. കുറച്ച് ഇല വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് തയ്യാറാക്കുന്നത് ഇങ്ങനെ ഇലയൊന്ന് മടക്കിയിട്ട് നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കത്തില്ലേ, അതേപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഇല അങ്ങോട്ട് വെച്ചിട്ട് മാവിട്ട് കൊടുക്കണം. കുറേശ്ശെ മാവിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇരിക്കണം. കുമ്പിളപ്പം ഉണ്ടാക്കുന്ന കണക്ക് ഇല ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിനകത്തോട്ട് മാവിട്ട് കൊടുക്കണം.
വെച്ചിട്ടൊന്ന് പൊതിയണം. ഇങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കി വെക്കാം. ഇതേമാതിരി ഓരോന്ന് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ഓരോന്നോരോന്നും പൊതിഞ്ഞ് വയ്ക്കാം. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തയ്യാറാക്കി വെക്കാം. പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി വെക്കാം. മടക്കി വേണമെങ്കിൽ നമ്മൾ ഒട്ടടയൊക്കെ ചുടുന്ന കണക്ക് അതുപോലെ മടക്കി വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ മടക്കി വെക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിവിടെ ഉരുളി എടുത്തിട്ടില്ല, ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇട്ട് പറക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ളത് പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. നമ്മുടെ ഇത് തണുത്തത് പറക്കി വെക്കാം. നമുക്ക് ഏത്തപ്പഴം കൊണ്ടുള്ള പലഹാരമാണ്. 4 മണിക്കും കഴിക്കാം, രാവിലെയും കഴിക്കാം. നമുക്ക് നമ്മുടെ അടിപൊളി പലഹാരമാണ് ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കിയത്. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി പലഹാരമാണ്. കണ്ടേ, നല്ലോണം വെന്ത് നല്ല ഇതായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാം. നമ്മളിത് തേങ്ങയൊന്നും ചേർക്കത്തില്ല, എണ്ണയൊന്നുമില്ല. നല്ലൊരു പലഹാരമാണ്. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പലഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കഴിക്കാനൊക്കെ എളുപ്പമാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക. ഏത്തപ്പഴം തിന്നാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ അവർ കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, ബൈ. നാളെ വരാം പുതിയ റെസിപ്പി ആയിട്ട്.